വെൽക്കം ടു ഓൺ ദ സ്പോട്ട്. അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി സൈജു കുറുപ്പും ആസിഫ് അലിയുമാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് ഈ ചിത്രത്തിന്റെ വിശേഷങ്ങൾ അവരോട് ചോദിച്ചറിയാം. അപ്പോൾ ആസിഫ്, അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ പേര് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഡിസ്നിയുടെ ഒരു പടമോ അല്ലെങ്കിൽ അനിമേഷൻ പടത്തിന്റെ ഒരു ഫീൽ വരുന്നുണ്ട്. എന്താണ് ഈ അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ? ഓമനക്കുട്ടൻ അഡ്വഞ്ചേഴ്സ് തന്നെയാണ് അത്. ട്രെയിലർ ഭയങ്കരമായൊരു റീച്ച് സിനിമയ്ക്ക് വേണ്ടി തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഉണ്ട് ഓമനക്കുട്ടൻ്റെ കുറേ ഓമനക്കുട്ടൻ എന്നുള്ളതിൻ്റെ കുറേ ഗെറ്റപ്സ് ആ സിനിമയിൽ വരുന്നുണ്ട്. അപ്പം അത് ഒരു പരിധി കൂടി റിവീൽ ചെയ്യാൻ പറ്റില്ല. എൻ്റെ ക്യാരക്ടർ ആസിഫിൻ്റെ ഒരു കുലീഗാണ്. നമ്മൾ റൂം ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അതെ അതെ ഇയാളൊരു പൂവാലനാണ് ആക്ച്വലി. സെയിൽസ്മാൻ ആയ പൂവാലൻ. അതെ, ഇയാൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പെണ്ണുങ്ങൾ. അതെ അതെ, ഞാൻ സെയിൽസിലായിരുന്നു. പക്ഷെ ഞാൻ പൂവലായിരുന്നു. അല്ല, താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ അതിനുള്ള ഗട്ട്സ് ഇല്ലായിരുന്നു. അതിന്റെ പ്രശ്നമായിരുന്നു. അപ്പൊ ഈ കഥാപാത്രത്തിന്റെ ഒരു PP എന്നാണ്. ബേസിക്കലി നമ്മുടെ മൊത്തം പടം ഇപ്പോൾ ഈ ടൈറ്റിൽ പറയുന്ന പോലെ തന്നെ ഒരു ഫൺ റൈഡാണ്. ഒരു കോമിക്ക് വായിക്കുന്ന പോലെ ഒരു ഫീൽ കിട്ടും നമുക്ക് ഈ സിനിമ കാണുമ്പോഴത്തേക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഏതൊരു ഏജ് ഗ്രൂപ്പിനെയും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി എഴുതിയ പോലത്തെ ഒരു സ്റ്റോറിയാണത്. അത് സിനിമ നമ്മൾ കണ്ടതിന് ശേഷം നമുക്ക് ആ ഫീൽ തന്നെ വന്നത് എല്ലാ ഏജ് ഗ്രൂപ്പിനെയും സാറ്റിസ്ഫൈ ചെയ്യും. അങ്ങനത്തെ ഒരു വളരെ ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു നല്ല ഫണ്ണി സാധാരണ ഈ റോം കോംസ് മലയാളം സിനിമകളിൽ അങ്ങനെ കാണാത്തൊരു ജോണറാണ്. ഇത് പക്ക ഒരു റോം കോം. അതിൻ്റെ കൂടെ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഫണ്ണുണ്ട്. അങ്ങനത്തെ ഒരു കഥയാണ് ആസിഫ്. അപ്പോൾ ആസിഫിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റാത്തൊരു ആക്ടറാണ് ആസിഫ്. ഹീറോ ആണ്, എന്നാൽ അതേസമയം ചില സിനിമകളിൽ ചെറിയ ചെറിയ ക്യാമിയോ റോൾസിൽ വന്നിട്ട് പോകുന്നത് കാണാം, ചിലപ്പോൾ ഗസ്റ്റ് അപ്പിയറൻസിൽ വന്നിട്ട് പോകുന്നത് കാണാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഇമേജിനകത്ത് കുടുങ്ങിപ്പോകുന്നത് എങ്ങനെയാണ് നിലനിർത്തിക്കൊണ്ട് പോകുന്നത്? സിനിമ ആണ് ഭയങ്കര പാഷനാണ് സിനിമ എന്ന് പറയുമ്പോൾ. അത് നല്ല സിനിമയുടെ ഭാഗമാവുക, അല്ലെങ്കിൽ ഞാൻ തിയേറ്ററിൽ പോയി കാണാൻ ഇഷ്ടപ്പെടുന്ന സിനിമകളുടെ ഭാഗമാവുക എന്ന് പറഞ്ഞ ഒരു ബേസിക് ആഗ്രഹമുണ്ട്. അപ്പം അതാണ് എപ്പോഴും. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ലീഡ് റോൾസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഓർഡിനറി ചെയ്യാൻ വിളിക്കുന്നത്. അപ്പോൾ അത് ഞാൻ കമ്മിറ്റ് ചെയ്തപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു അത് വളരെ തെറ്റായൊരു തീരുമാനമാണ്. പക്ഷെ എൻ്റെ കരിയറിൽ തന്നെ ഒരു അത്യാവശ്യം നല്ലൊരു റീച്ച് കിട്ടിയ ക്യാരക്ടറായിരുന്നു. പൊതുവേ എനിക്ക് ഗ്രേ ഷെയ്ഡ്സ് ആണ് താല്പര്യം. ഒരു ചോക്ലേറ്റ് ബോയ് ഇമേജിനേക്കാളും കുറച്ച് ഗ്രേ ഷെയ്ഡ്സ് ആണ്. ഇപ്പം ഞാൻ ഋതുവിലാണെങ്കിലും അപൂർവരാഗത്തിലാണെങ്കിലും എനിക്കൊരു അംഗീകാരം കിട്ടിയത് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല സിനിമയുടെ ടേക്ക് ഓഫ്, അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ പറഞ്ഞാൽ വെള്ളിമൂങ്ങ. ഞാൻ ആ സമയത്ത് 2 വർഷം ചെയ്ത ഒരു സിനിമ പോലും തിയേറ്ററിൽ കളക്ഷൻ നേടുകയോ ഒരു ഭയങ്കര അഭിപ്രായം ഉണ്ടാക്കുകയോ ചെയ്തില്ല. പക്ഷെ അതിന്റെ എല്ലാം ക്ഷീണം മാറ്റുന്ന ആ ഒരു ഒറ്റ ഗസ്റ്റ് റോൾ. അത് തന്നെയാണെന്ന് ആസിഫ് എന്നൊരു നടന്റെ പോസിറ്റീവ് എന്ന് തോന്നുന്നു. കാരണം അങ്ങനെ ഒരു വലിയൊരു ഹിറ്റിന് പറയാ പോവാതെ കൊച്ചു കൊച്ചു ചിത്രങ്ങൾ പോലും സെലക്ട് ചെയ്തിട്ട് ചെയ്യാറുണ്ട്. അതും സംഭവിക്കുന്നതാണ്. ഞാൻ അങ്ങനെ പ്ലാൻഡ് ആയിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോ ഈ ഫിലിമിൽ ശരിക്കും സിനിമയിൽ നല്ല ഫിലിംസ് എപ്പോഴും ഉണ്ടാകുന്നത് സൗഹൃദ കൂട്ടായ്മയിലാണ് പറയാറ്. അപ്പോൾ ആസിഫ്, വിനയ് ഗോവിന്ദായാലും അങ്ങനെ ഒരു ടീമിൽ നല്ല നല്ല ഫിലിംസ് വരാറുണ്ട്. അതുപോലെ ആസിഫിന്റെ സ്ഥിരമായിട്ടുള്ള ഒരു ബെസ്റ്റ് പെയർ എന്ന് പറയുന്നത് ഭാവനയാണ്. ഭാവനയാണ് ഈ ചിത്രത്തിൽ നായിക. അപ്പോൾ ഭാവനയായിട്ടുള്ള ഒരു സൗഹൃദം അല്ലെങ്കിൽ ഭാവന എന്ന കോ ആക്ടർ എങ്ങനെ വിലയിരുത്തും? ഭാവനയുടെ കൂടെ ഞാൻ ആദ്യമായി അഭിനയിക്കുന്നത് ഒഴിമുറിയിലാണ്. അപ്പോൾ അന്നു മുതൽ എനിക്കൊരു ഭയങ്കരമായ വൈബ്, അതായത് എൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു ഫീമെയിൽ വേർഷനായിട്ടാണ് എപ്പോഴും ഭാവനയെ ഞാൻ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. കാര്യം ഏകദേശം അതേ ഒരു ഹൈപ്പർ ലെവലും ഒരു വേവ് ലെങ്തും ഉള്ള ഒരാളാണ്. അപ്പോൾ അത് ഓൺ സ്ക്രീൻ കെമിസ്ട്രി അത് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഹണിബിയിലാണെങ്കിലും പ്രത്യേകിച്ച് ഹണിബിയുടെ ക്ലൈമാക്സ് ഒക്കെ കണ്ടിട്ട് ഒരുപാട് പേര് ആ ഒരു കെമിസ്ട്രിയെ പറ്റി പറഞ്ഞിട്ട്. അപ്പോൾ അത് ഓമനക്കുട്ടനിലേക്ക് വരുമ്പോൾ ആ ഒരു കെമിസ്ട്രി, ഈ ഓമനക്കുട്ടനും പല്ലവി എന്നാണ് ഭാവന ചെയ്യുന്ന ക്യാരക്ടറിന്റെ പേര്, ഇവർ രണ്ടുപേരായിട്ടുള്ള ഒരു കെമിസ്ട്രിയാണ് സിനിമയുടെ സെക്കൻഡ് ഹാഫ് മുഴുവൻ വരുന്നത്. അപ്പോൾ അതിൽ വേറൊരു ഓപ്ഷൻ ആർക്കും ഉണ്ടായിരുന്നില്ല. രോഹിത് കഥ പറയുമ്പോൾ തന്നെ ഭാവന എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പോൾ ഓരോ സീൻസും നമുക്ക് കൃത്യമായിട്ട് അറിയാം എങ്ങനെയാകും എന്നുള്ളത്. പിന്നെ സൗഹൃദത്തിനെ പറ്റി ഏറ്റവും എടുത്ത് പറയേണ്ടത് ഈ പ്രോജക്റ്റ് ശരിക്കും ഉണ്ടാക്കിയത് ഇദ്ദേഹമാണ്. ഞാൻ ഏറ്റവും നൊട്ടോറിയസ് ആയിട്ടുള്ളതാണ് ഫോൺ ഉപയോഗിക്കില്ല, ഫോൺ കിട്ടില്ല എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക്
ഒരുപാട് ശത്രുക്കൾ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അവനെ വിളിച്ചിട്ട് കാര്യമില്ല, ഫോൺ എടുക്കില്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം ഈ കഥ ശരിക്കും ആദ്യം കേൾക്കുന്നത് ഷൈജു ആണ്. ഷൈജു കേട്ടിട്ട് എൻ്റെ അടുത്ത് എന്നെ വിളിച്ചു, ഞാൻ ഫോൺ എടുത്തില്ല, പിന്നെ വിളിച്ചു, ഫോൺ എടുത്തില്ല, എന്നിട്ട് എന്നെ മെസ്സേജ് ചെയ്തു. എല്ലാം ഉണ്ട് എൻ്റെ കയ്യിൽ, എല്ലാം ഉണ്ട്, പക്ഷെ നോക്കില്ല. അപ്പൊ അങ്ങനെ എന്നെ വിളിച്ച് എന്നെ മെസ്സേജ് ചെയ്ത് അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ രാത്രി ഇത് കണ്ടിട്ട് ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ എന്നെ പറഞ്ഞു, ആസു ഞാനൊരു ഭയങ്കര നല്ല രസമുള്ള കഥ കേട്ടിട്ടുണ്ട്, റോംകോം വേർഷനാണ്, എന്താണ് സിനിമ എങ്ങനെയാവുന്നൊന്നും അറിയില്ല, പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കഥയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം അത്രയും ക്യൂരിയസ് ആയിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ അടുത്തൊരു പ്രൊജക്റ്റിനെ പറ്റി പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ രോഹിത്തും ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ സമീർ, ഇതിന്റെ ക്യാമറമാൻ അഖിൽ, ഇവരെല്ലാരും കൂടെ എൻ്റെ ഫ്ലാറ്റിൽ പുതിയ ആളാണ്. അപ്പോൾ ഇവർ വന്ന് കഥ പറഞ്ഞപ്പോൾ അതിലുമുണ്ട് ഈ പറഞ്ഞ സൗഹൃദം എന്ന് പറയുന്ന ഒരു ഫാക്ടർ. കാര്യം ഇവർ 3 പേരും ഒരുമിച്ച് പഠിച്ചതാണ്, വർക്ക് ചെയ്തവരാണ്. അപ്പോൾ ഇവർ വന്നിട്ട് എൻ്റെ അടുത്ത് ഈ കഥ പറയുമ്പോൾ ഇതിൻ്റെ നറേഷൻ മുതൽ എനിക്ക് ഇവരുടെ ഒരു പ്ലാനിങ്, ഈ സ്ക്രിപ്റ്റിൽ ഇവരെടുത്ത എഫേർട്ട് എല്ലാം വളരെ എവിഡൻ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും ഈ പ്രൊജക്റ്റിൻ്റെ പാർട്ടാവണമെന്ന് ഞാൻ തീരുമാനിക്കുന്നതും ഇത് ആരംഭിക്കുന്നതും. അല്ല, ഇത് ആസിഫ് ഒരുപക്ഷെ ഈ കഥ ആസിഫിന് ഇഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആസിഫ് ഡേറ്റ് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഈ പ്രൊജക്റ്റ് നടക്കില്ല. എന്ന് വെച്ചാൽ ഓമനക്കുട്ടൻ എന്ന് പറഞ്ഞ ഒരാളെ വേറൊരു ആക്ടറായിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഫോളോ അപ്പ് ചെയ്തത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ 1-2 പ്രാവശ്യം ആസിഫിനെ വിളിച്ചു കഴിഞ്ഞിട്ട് എടുത്തില്ലെങ്കിൽ പിന്നെ പുള്ളി എപ്പോഴെങ്കിലും വിളിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇരുന്നേ. പക്ഷെ അതൊന്നും അല്ല കേട്ടോ, ഇദ്ദേഹം എനിക്ക് ഒരുപാട് പ്രൊജക്ട് എന്നെ റെഫർ ചെയ്യാറുണ്ട്. പിന്നെ ആസിഫായിട്ട് ഞാൻ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. സൈജോട്ടാ റിയൽ ലൈഫിൽ സൈജോട്ടൻ ഒരു അധികം തമാശ പറഞ്ഞ് അങ്ങനെ ചിരിച്ചിടിച്ച് നടക്കുന്ന ഒരാളല്ല, ആൾക്കാരെ ചിരിക്കാൻ ശ്രമിക്കുന്ന ആളല്ല. ആളല്ലെന്നോ? അല്ല, അപ്പൊ നമ്മുടെ ഒരു വ്യൂ അങ്ങനെയാണ്. ഇപ്പൊ സൈജോട്ടിനെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഹെഡ് ചെയ്യാൻ തോന്നുന്നില്ല, കുറച്ച് സീരിയസ് ആയിട്ടുള്ള ആളെന്നൊരു ഫീൽ. പക്ഷെ സിനിമയിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ആടുപോലുള്ള സിനിമയിലൊക്കെ നമ്മൾ ചിരിച്ചു ഉരുളുന്ന ഒരു അവസ്ഥയാണ്. അയ്യോ, ശരിക്കും അതാണ് ഇദ്ദേഹം. അത് ഭയങ്കര തെറ്റിദ്ധാരണയാണ്. എനിക്കൊക്കെ ആദ്യം ഉണ്ടായിരുന്നു, ഇയാളെ കാണുമ്പോൾ ഞാൻ ഇയാൾ ഹിന്ദിക്കാരനാണെന്നാണ് ആദ്യം ഹിന്ദി ഭയങ്കര ആണാണ്, ഭയങ്കര പെർഫെക്ഷൻ ഒക്കെ പോയി. ഇപ്പൊ മലയാളത്തിലാണ് പെർഫെക്ഷൻ. ഹിന്ദിയില് ഇവര് നമ്മള് ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോകുമ്പോഴേ ഇവരുടെ ഒരു ഈ ഹിന്ദി സംസാരിക്കുന്നവരുടെ ഒരു ഗ്യാങ് ഉണ്ട് ഇതിന്റെ അത്. ഇദ്ദേഹം നിഖിൽ സിംഗർ ഇല്ലേ, നിഖിൽ ഉണ്ണി മുകുന്ദൻ, ഓഫ് ഇവര് തമ്മിൽ ഹിന്ദി, അത് ഹിന്ദി എന്ന് പറയുന്നത് നമുക്കൊന്നും മനസ്സിലാവുന്ന ഹിന്ദിയാണ് ഇവര് സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇവരുടെ ആക്ച്വലി ഇദ്ദേഹം ഭയങ്കര ജോബിലായിട്ടുള്ള മനുഷ്യനാണ്. ഇത് ഈ ആദ്യം കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണയാണ്, കണ്ണും ഈ ലുക്കും സൗണ്ടും ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും ഇത് ഭയങ്കരമായ എന്തോ വലിയ കാര്യമാണ് പറയാൻ പോകുന്നത്. ചെറിയ കാര്യമൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന ഒരാളാണ്. കോമഡി ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രിപ്പറേഷൻ ചെയ്യാറുണ്ട്, അതോ നോർമലായിട്ട് വരുന്നതാണോ? ഇല്ല, ബേസിക്കലി ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന കോമഡി കഥാപാത്രങ്ങൾ ഇൻക്ലൂഡിങ് നമ്മുടെ ഓമനക്കുട്ടനിലുള്ള ഇതൊക്കെ ഇപ്പം ഞാനല്ല, സൈജു കുറുപ്പ് എന്ന് പറഞ്ഞൊരു നടനല്ല, വേറൊരു ആക്ടർ അത് ചെയ്യുവാണെങ്കിൽ അത് ഓക്കെയാണ്. സിറ്റുവേഷൻ ബേസ്ഡ് കോമഡിയാണ്. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു സീൻ തന്നിട്ട് ഇതൊന്ന് പൊലിപ്പിച്ച് എന്നൊക്കെ പറഞ്ഞാൽ, അങ്ങനെ പണ്ട് ചില ഡയറക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കോമഡി അല്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ ഡയലോഗ് വൈസ് ആയാലും അതൊന്ന് നമുക്കൊന്ന് ഒരു സാധനം കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ എന്ത് സാധനമാണ് ആക്ച്വലി കൊണ്ടുവരേണ്ടത്, എനിക്കറിയില്ല എന്ത് സാധനം കൊണ്ടുവരേണ്ടത്. ഇപ്പോൾ കോമഡിയിൽ തന്നെ ഞാനിപ്പോൾ ആലോചിക്കും, ഇപ്പം ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഡയറക്ടേഴ്സ് ഒന്നും അങ്ങനെ പറയാറില്ല. പക്ഷെ ഇനി പറഞ്ഞാൽ എനിക്കിൻ്റെ അകത്ത് ഒന്നും അധികം കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ല. അപ്പോൾ ഡയറക്ടർ പറയുന്നതും സ്ക്രിപ്റ്റിൽ എന്താണുള്ളത് ആ സിറ്റുവേഷൻ വെച്ചിട്ട് കോമഡി ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം ട്രിവാൻഡ്രം ലോഡ്ജിലാണ് കോമഡി ചെയ്തത്. അതിൻ്റെ അകത്ത് സിറ്റുവേഷനാണ്. ഇപ്പം ഞാൻ വന്നിരിക്കുമ്പോൾ ജയസൂര്യ ഇപ്പം തെസ്നി ചേച്ചിയായിട്ട് വരുന്നൊരു സീനുണ്ട് ജയസൂര്യ ലോഡ്ജിൽ. അപ്പോൾ അവിടെ ആ മെസ്സിൽ ഞാനൊരു പെണ്ണിൻ്റെ സൗണ്ട് കേട്ടിട്ട് വരുന്നൊരു സീനുണ്ട്. അപ്പം ഞാൻ വെറുതെ ഈ പെണ്ണിൻ്റെ സൗണ്ട് കേട്ടിട്ട് ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് വരുവാണ്. അതിൽ എനിക്ക് ചിരി വരുന്നില്ല, പക്ഷേ ജയസൂര്യ ഭയങ്കരമായിട്ട് ചിരിക്കുമായിരുന്നു. വെച്ചാൽ മൊത്തം സിറ്റുവേഷൻ അങ്ങനെയാണ്. അല്ലാണ്ട് സൈജു കുറുപ്പ് അതിൻ്റെ അകത്ത് എക്സ്ട്രാ എന്തോ എന്താണ് മാനറസം കാണിച്ചെന്ന് പറഞ്ഞിട്ടല്ല. അല്ല, അപ്പം ഇപ്പോൾ ഈ നിങ്ങൾ ആടിൻ്റെ കാര്യം പറഞ്ഞു, അതും ഒരു വേറൊരു ആക്ടർ ആണെങ്കിൽ അത്ര ചിരി അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആവുമായിരിക്കും. ഈ ഒരു ഇമേജ് ഉണ്ട്, നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ഭയങ്കര സീരിയസ് ആണ് ഇദ്ദേഹം എന്നുള്ളൊരു ഇമേജ് ഉള്ളതുകൊണ്ട് ശരി അങ്ങനെ ആ ലുക്കുള്ള ആൾക്കാർ കോമഡി ചെയ്യുമ്പോൾ ഒരു മമ്മൂക്ക തന്നെ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഇതാണ്, എഫക്റ്റ് ആണ്. ആ ഒരു ഇടിയില് ഇദ്ദേഹത്തിന്റെ ക്യാരക്ടർ ആദ്യം നമ്മളിത് കാണുമ്പോൾ ഇത് ഭയങ്കരമായ ഒരു ഡോൺ ആണ് എന്നുള്ളൊരു തോന്നല്, പക്ഷെ ഇത് പിന്നെയുള്ള സംസാരത്തിലാണ് ഈ സാധനം. അപ്പോൾ ആസിഫിന്റെ മറ്റൊരു പേരിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്, അജു വർഗീസ്. അജു വർഗീസ് ആയിട്ട് കുറെ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിലും അജു വർഗീസ് ഉണ്ട്. അപ്പോൾ എന്താണ് ഇതിലുള്ള ഒരു അജു വർഗീസ് ആസിഫ് അലി കോമ്പിനേഷൻ? അജു ഇപ്പം എടുത്ത് പറയേണ്ടത് അജുവിന്റെ എനിക്ക് തോന്നുന്നൊരു ഓഫ് സ്ക്രീൻ കെമിസ്ട്രിയാണ്. കാര്യം
അപൂർവരാഗവും മലർവാടിയും ഏകദേശം ഒരേ സമയത്താണ്, ഒരേ ഡേറ്റിലാണ് റിലീസ് ആവുന്നത്. അപ്പൊ അന്ന് ഈ ചാനൽ പ്രൊമോഷൻസിനൊക്കെ ഞങ്ങൾ പുതിയ ആളുകളെല്ലാം വിളിക്കും. അങ്ങനെയാണ് ശരിക്കും അജുനെ ഞാൻ അടുത്ത് പരിചയപ്പെടുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് സെവൻസിന്റെ ടൈമിലാണ് ഞങ്ങൾ തമ്മിലൊരു നല്ല ഫ്രണ്ട്ഷിപ്പ് വരുന്നത്. പിന്നെ അതുപോലെ ഫാമിലി ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ്. ഇപ്പൊ എൻ്റെ വൈഫും അജുന്റെ വൈഫും തമ്മിലൊക്കെ എപ്പോഴും സംസാരിക്കുകയും, ഇപ്പൊ ഞങ്ങള് ഇപ്പൊ എനിക്ക് അജുനെ കാണണമെങ്കിൽ ഞാൻ എൻ്റെ വൈഫിന്റെ അടുത്ത് പറഞ്ഞ് അജുവിന്റെ വൈഫിന്റെ അടുത്ത് പറഞ്ഞ്, അജു എന്റെ വേറൊരു വേർഷനാണ്, അജുനെ അങ്ങോട്ട് ഫോൺ വിളിക്കാൻ പറ്റില്ല, അത് എപ്പോഴും ഓഫ് ആയിരിക്കും. അത് അറിയില്ല, കുറച്ച് പ്രൈവസി ഇഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ അത് പിന്നെ ഈ പറഞ്ഞ പോലെ ഓൺ സ്ക്രീനിൽ അജു വരുമ്പോൾ അജുവിൻ്റെതായ ഒരു ഐഡന്റിറ്റി എല്ലാത്തിനും ഉണ്ടാവും. അപ്പൊ ചില ക്യാരക്ടേഴ്സിൽ നമുക്ക് എപ്പോഴും ഇത് അജു അല്ല, ഇതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നൽ അജു മിക്ക സിനിമയിലും തന്നിട്ടുണ്ട്. അത് ഇതിലും സംഭവിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ ശരിക്കും ആൾക്കാർക്ക് സ്ക്രീനിൽ കാണുമ്പോഴൊരു. പിന്നെ ഏകദേശം നമ്മളൊക്കെ ഒരു കോളേജ് കഴിഞ്ഞ ഒരു ഫീൽഡിലാണ് എപ്പോഴും നടക്കുന്നത്. അപ്പൊ ആ ഒരു കോളേജിൽ ഒരു ക്ലാസ്സിലുണ്ടാവുന്ന ഒരു ഫ്രണ്ടിനോടുള്ള ഒരു അഫെക്ഷൻ, അല്ലെ ആ ഒരു റിലേഷനാണ് ശരിക്കും എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ള മിക്ക ആക്ടേഴ്സുമായിട്ടും. ഈവൻ ഞാൻ ഈ സിനിമ ചെയ്യുമ്പോൾ രോഹിത്തും ഞാനും അഖിലും സമീറും ഒക്കെ തമ്മിലുണ്ടായിരുന്നതും അങ്ങനെ ഒരു കോളേജ് ഫ്രണ്ട്ഷിപ്പ്, അല്ലെങ്കിൽ ഒരു ക്ലാസ്മേറ്റ്സ് എന്നൊക്കെ പറഞ്ഞൊരു ഫീലായിരുന്നു. അപ്പൊ അവിടെ നമുക്ക് ഭയങ്കരമായ ഫ്രീഡം ഉണ്ട്. കൂടെ ഇപ്പൊ അജുവിന്റെ കൂടെ അഭിനയിക്കുമ്പോൾ അളിയ ഇത് ഇങ്ങനെ ചെയ്തു നോക്കിയാലോ എന്ന് പറയാൻ, അല്ലെങ്കിൽ അത് വേണ്ട അളിയ ചിലപ്പോൾ പണി കിട്ടും എന്ന് തിരിച്ചു പറയാനുള്ള ഒരു ഫ്രീഡം, അതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അങ്ങനെ ഒരു കെമിസ്ട്രി. അപ്പൊ പിന്നെ ഈ ഫോൺ അധികം യൂസ് ചെയ്യില്ല എന്ന് പറഞ്ഞു. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ആസിഫ് ഒരു വൈറൽ സാധനം തന്നെയാണ്. ആസിഫിന്റെ പേജ് എടുത്ത് നോക്കി കഴിഞ്ഞാലും ലൈഫും ഇതൊക്കെ നോക്കി കഴിഞ്ഞാലും. അപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതിനിടയ്ക്ക്? അത് എനിക്കറിയില്ല. അഭിലാഷ് എന്ന് പറഞ്ഞിട്ട് ഒരു സുഹൃത്താണ് പേജ് മാനേജ് ചെയ്യുന്നത്. എനിക്ക് അപ്ഡേറ്റ്സ് തരാറുണ്ട്, ഞാൻ പറയുന്ന കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ എന്റെ പേഴ്സണൽ ഫേസ്ബുക്ക് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അത് ഞാൻ ഇന്നലെ രാത്രിയും തപ്പുന്നുണ്ട്. ഇല്ല, ഞാൻ ആ പേജ് ഡിലീറ്റ്, ഐ മീൻ എന്റെ പ്രൊഫൈൽ ഫേക്ക് പേജസ് ഉണ്ട്. എന്റെ ഡയറക്റ്റ് ആയിട്ടും കുറെ അധികം സുഹൃത്തുക്കളുള്ളൊരു പ്രൊഫൈൽ ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. സൈ ചേട്ടാ, ഇപ്പൊ പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചാക്കോച്ചനാണെങ്കിൽ മുകളിൽ നിന്നൊക്കെ സ്കൈ ഡൈവിംഗ്. അപ്പൊ അതുപോലെ എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾ ആരെങ്കിലും ഈ പടത്തിന് വേണ്ടി ചെയ്യുന്നുണ്ടോ? എവിടെന്നെങ്കിലും ചാടുകയോ? ഇതിന് വേണ്ടത് കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ള, അതാണ് അതുകൊണ്ടാണ് ചോദിച്ചത്. കാരണം അഡ്വഞ്ചേഴ്സ് സെയിൽസ്മാന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സാധനം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഈ സിനിമയ്ക്ക് പ്രൊമോഷൻ ചെയ്യാൻ പറ്റുക. അത് ശരി, അറിയില്ല. സിനിമയിൽ ഭയങ്കരമായ ഒരു കോൺഫിഡൻസ് ഉണ്ട്. കാര്യം ഞാനൊരു ക്യാരക്ടർ റോള് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. കാര്യം എല്ലാ സിനിമയിലും ക്യാരക്ടർ റോൾ എന്താണ് ശരിക്കും? ഞാൻ ആസിഫ് അലി അല്ലാതെ വരാൻ ശ്രമിച്ച ആദ്യത്തെ സിനിമയാണ്. കാര്യം ഞാൻ എപ്പോഴും വരുമ്പോൾ എൻ്റെ ആസിഫ് അലി എന്ന് പറയുന്ന ഒരാളുടെ ഫാക്ടേഴ്സ് എന്തെങ്കിലുമൊക്കെ എപ്പോഴും കാണാറുണ്ട്. പക്ഷെ ഇതിൻ്റെ അകത്ത് കുറച്ച് ഏരിയയിലെങ്കിലും അത് ട്രെയിലറിൽ തന്നെ ഉണ്ട്. ഒരു സംസാര രീതിയിലും ഒരു ലുക്ക് ആണെങ്കിലും ഹെയർ സ്റ്റൈൽ ആണെങ്കിലും ഡ്രസ്സിംഗ് ആണെങ്കിലും അങ്ങനെ കുറച്ച് ട്രൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പടങ്ങളിൽ ഒന്നായിരിക്കും ഇത് എന്നെനിക്കൊരു വിശ്വാസം. ഒരു കമൽഹാസൻ ലൈൻ. അയ്യോ, അങ്ങനെയൊക്കെ പറയാതെ ചിലപ്പോ കാണുന്ന ഓഡിയൻസ് വിചാരിക്കുന്നത് നമ്മളിത് പറഞ്ഞിട്ടില്ല. അപ്പൊ ചേട്ടാ, ബാക്കിയുള്ള പുതിയ ഡയറക്ടർ പുതിയ ആളാണെന്ന് പറഞ്ഞു. അപ്പൊ അത് അദ്ദേഹത്തെ പറ്റി പറയാമോ? അദ്ദേഹം എങ്ങനെയാണ് വർക്ക് ചെയ്തപ്പോ? എന്തായാലും ഞങ്ങള് ഷൂട്ട് തുടങ്ങിയ ആദ്യത്തെ ദിവസങ്ങളിൽ ഒരു ദിവസം ഷൂട്ട് കഴിഞ്ഞു വന്ന് അന്ന് ഷൂട്ട് ചെയ്ത കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പിറ്റേ ദിവസത്തെ പറഞ്ഞു കുറച്ചധികം എഫേർട്ട് വേണ്ടി വന്നൊരു സിനിമയാണ്. അപ്പൊ കൃത്യമായ ഒരു പ്ലാനിങ് എല്ലാ ദിവസവും അതിന്റെ തലേ ദിവസങ്ങളിലൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഞങ്ങള് ഒരു മീറ്റിങ്ങിന്റെ ഇടയിൽ രോഹിത്തിനോട് സംസാരിക്കുമ്പോൾ രോഹിത് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തോ പറഞ്ഞു. അപ്പൊ ഞാൻ നീ എഞ്ചിനീയർ ആണോ? അതെ, എഞ്ചിനീയർ ആണ്. അപ്പൊ ആ റൂമിലിരുന്ന ബാക്കി എല്ലാവരോടും ഞാൻ ഇങ്ങനെ ഇവന് എഞ്ചിനീയർ ആണോ എന്ന് പറഞ്ഞപ്പോ അവിടെ ഇരിക്കുന്ന എല്ലാവരും എന്നെ നോക്കിയിട്ട് ഞങ്ങളൊക്കെ എഞ്ചിനീയേഴ്സ് ആണ്. അപ്പൊ ഞാൻ മാത്രമാണ് ഈ സിനിമയിൽ എഞ്ചിനീയർ അല്ലാത്തുള്ളൂ. ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററും ഇതിന്റെ DOPയും ഇതിന്റെ ഡയറക്ടറും ഇതിന്റെ ഒരുമാതിരിപ്പെട്ട എല്ലാ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും ഇവരെല്ലാം എഞ്ചിനീയേഴ്സ് ആണ്. അപ്പൊ നമ്മൾ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? രോഹിത്തിനെ പറ്റി. രോഹിത്. അപ്പം ഇതാണ് ഞാൻ ഒരു ഭയങ്കര പ്ലാൻഡ് ആയിട്ട് വന്ന് എൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്തതാണ് രോഹിത്. അപ്പൊ എനിക്ക് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് രോഹിത്തിന്റെ ഭാഗത്ത് നല്ല ഒരു ഹോം വർക്ക്, ഒരു പ്രീ പ്രൊഡക്ഷൻ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു സബ്ജക്റ്റ് ആയിട്ട് പുതിയ ആളുടെ കൂടെ ഫുൾ കോൺഫിഡൻസിൽ വർക്ക് ചെയ്യാൻ പറ്റിയത്. കറക്റ്റായ ഒരു ക്യാരക്ടർ സ്കെച്ചും കെമിസ്ട്രി ഓഫ് കോഴ്സ്. അത് പടത്തിന് മൈസൂറാണ് ഷൂട്ട് ചെയ്തത്. ത്രൂ ഔട്ട് ഫിലിം മൈസൂറാണ് ഷൂട്ട് ചെയ്തത്, എൻ്റയർ പോർഷൻ.
അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇടയ്ക്ക് വന്നു പോകുന്ന ഇപ്പോൾ ലൊക്കേഷനിലേക്ക് കഥ പറയാനോ എന്നെ കാണാനോ അല്ലെങ്കിൽ ഒരു ഈവൻ ഫാമിലി ആയിട്ട് പോലും ബന്ധമില്ല. ഫുൾ ഞങ്ങൾ എല്ലാവരും ഈ ഫുൾ ക്രൂ ആണ് എല്ലാ ദിവസവും, ലൈക്ക് ഒരു 30-35 ഡേയ്സ് നമ്മൾ മാത്രമാണ് ഓരോ ഷെഡ്യൂളിനും ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരുമായിട്ടൊരു നല്ല റാപ്പും ഉണ്ടായിരുന്നു. അത് സിനിമയിലും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. സൈജു മയൂകത്തിലാണ് ആദ്യമായിട്ട് വന്നത്. ആ സമയത്ത് എനിക്കൊന്നും ഡിജിറ്റൽ പരിപാടിയൊന്നും അല്ലായിരുന്നു. അപ്പോ ആ ഒരു കാലഘട്ടത്തിൽ വന്നിട്ട് ഒരുപാട് പ്രായമുണ്ടെന്നല്ല ഞാൻ പറയുന്നത്, കണ്ടാ തോന്നില്ല. അപ്പൊ ആ ഒരു സമയത്ത് ഹരിഹരൻ സാറിന്റെ ഒരു ഫിലിമിലൂടെ എൻട്രി ചെയ്തിട്ടും ഇപ്പോഴത്തെ ഒരു ന്യൂജൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെയും പാർട്ടാണ്. അപ്പൊ ആ ഒരു ഡിഫറൻസ് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ അന്നത്തെ ഒരു ഇതും ഇന്നും തമ്മിൽ? ഡിഫറൻസ്, ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് വെച്ചാൽ അന്ന് ഒരു ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷനാണ്, ഇത് ഡയലോഗ് എങ്ങനെയും പറഞ്ഞ് തീർക്കണം എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഈ ഫിലിമായിരുന്നു അതിന്റെ സൗണ്ട് എന്നുള്ളൊരു സൗണ്ട് വരും. ഇത് കേൾക്കുമ്പോഴത്തേക്ക് പിന്നെ ദൂരെ ഒരിടത്ത് പ്രൊഡ്യൂസർ ചേരിട്ടിങ്ങനെ ഇരിപ്പുണ്ടായിരിക്കും നമ്മൾ നോക്കി. അപ്പൊ ഈ ഡയലോഗ് തെറ്റുമ്പോഴത്തേക്കും ദൈവം, അപ്പൊ നമ്മൾ തന്നെ ചിലപ്പോൾ കട്ട് പറഞ്ഞു വെച്ചാൽ നമ്മൾ തെറ്റിച്ചത് ഒരു 5 സെക്കൻഡ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡയറക്ടർ അറിയുള്ളൂ, അപ്പൊ അപ്പോഴേ കട്ട് പറയുള്ളൂ. അപ്പൊ അത്രയും 5 സെക്കൻഡിന്റെ ലോസ് വരുമല്ലേ ഈ ഫിലിം ഓടിയാൽ. അപ്പൊ ഇത് മൊത്തം ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പൊ ഇപ്പൊ എന്താ വെച്ചാൽ VKP ആണ് ഈ ഡിജിറ്റൽ സാധനം കൊണ്ടുവന്നത്. അപ്പൊ ഞാൻ VKP പറയാറുണ്ട്, നിങ്ങളാണ് എനിക്ക് ട്രിവാൻഡ്രം ലോഡ്സ് എന്ന് പറഞ്ഞൊരു പടത്തിൽ ബ്രേക്ക് തന്നതും എന്നെ പോലുള്ള ആക്ടേഴ്സ്, ഈ ഡയലോഗ് മറന്നു പോകുന്ന ആക്ടേഴ്സ്, അവർക്കൊരു ലൈഫ് ഉണ്ടാക്കി തന്നത്. ഇപ്പൊ ഒരു 10-15 ടേക്ക് എന്നൊക്കെ പറഞ്ഞ വിഷയമില്ല. അപ്പം അങ്ങനത്തെ ഒരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ ആസിഫൊക്കെ വന്ന സമയം കുറച്ചുകൂടെ ഒരു ഗോൾഡൻ ടൈം മലയാള സിനിമയുടെ തുടങ്ങുന്ന സമയമായിരുന്നു. അതെ, അപ്പം അത് കുറച്ചുകൂടെ, അപ്പം ഞാൻ എക്സ്പീരിയൻസ് ഡയറക്ടേഴ്സുമായിട്ടാണ് കൂടുതൽ ഈ 2012 മുമ്പ് വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുമായിട്ട് ഓക്കെയാണ്, ബിക്കോസ് ദേ നോ ഫിലിം മേക്കിംഗ്. ഞാൻ ഈ 2012 ശേഷം ഞാൻ ഒരുപാട് ഡെബ്യൂട്ടൻസുമായിട്ടാണ് വർക്ക് ചെയ്തത്. എനിക്കൊന്ന് ഞാൻ ട്രിവാൻഡ്രം ലോഡ്ജിന് ശേഷം ഒരു 40 പടം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 40 പടത്തിൽ 32 പടവും ഡെബ്യൂട്ടൻസ് ആയിരുന്നു. പക്ഷേ ഇവരൊന്നും ഡെബ്യൂട്ടൻസ് ഒന്നും ഫീൽ ചെയ്യില്ല, ഇൻക്ലൂഡിങ് രോഹിത് VS എന്ന് പറഞ്ഞ് നമ്മുടെ ഈ അഡ്വഞ്ചർ സോമനക്കൂട്ടൻ്റെ ഡയറക്ടർ പോലും. ഇപ്പം ആരെയും ഞാൻ പൂഴ്ത്തി പറയല്ല, പക്ഷേ എൻ്റെ ഒരു ഫീൽ ഞാൻ പറയുകയാണ്, ഭയങ്കര നല്ല ഫിലിം മേക്കേഴ്സാണ്. എക്സ്പീരിയൻസ് കുറവാണ് എല്ലാവർക്കും. വളരെ അപൂർവമായിട്ടുള്ള ആൾക്കാരേ ഉള്ളൂ ഈ ഞാൻ പറഞ്ഞ 32 പേരിൽ അസിസ്റ്റ് ചെയ്തിരിക്കുന്ന ADs, അസിസ്റ്റന്റ് ഡയറക്ടർ. തമിഴ് സിനിമയിൽ തന്നെ ധ്രുവങ്ങൾ 16 ഡയറക്ട് ചെയ്ത 21 വയസ്സുള്ള ഒരാളല്ലേ. അതാവുമ്പോൾ ഇപ്പോൾ യങ് ടാലൻസ് എന്ന് പറയുന്ന ഒരു ഭയങ്കര കോൺഫിഡന്റ് ആണെന്ന് തോന്നുന്നു എല്ലാവർക്കും. ഇപ്പോൾ രോഹിത് ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. ഷോർട്ട് ഫിലിം ഞാൻ കണ്ടിട്ടുണ്ട്, ശിവകുമാർ എന്ന് പറഞ്ഞൊരു ആൾ അഭിനയിച്ച ഒരു ഷോർട്ട് ഫിലിം. അപ്പോൾ ആ ഷോർട്ട് ഫിലിമൊക്കെ തന്നെ അറിയാം, ഹി ഹാസ് ഗോട്ട് ദാറ്റ് സ്റ്റഫ്. അപ്പം അതിൻ്റെയൊക്കെ ഒരു കോൺഫിഡൻസിലാണ് ഈ സ്ക്രിപ്റ്റും കൂടെ നന്നായപ്പോഴത്തേക്കും ഞാൻ കേട്ടപ്പോഴത്തേക്കും ഓക്കെ, ഇത് ആസിഫിൻ്റെ നമുക്ക് ധൈര്യപൂർവ്വം പറയാമെന്നുള്ളൊരു, അല്ലെങ്കിൽ ഇപ്പം ആസിഫിൻ്റെ ഞാനൊരു കഥ കേൾക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ആസിഫ് ചിലപ്പോൾ അത് കേൾക്കുമായിരിക്കും ഞാൻ പറഞ്ഞ പേരിൽ. അപ്പോൾ അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ അടുത്തൊരു ചാൻസ് എനിക്കില്ല ആസിഫിൻ്റെ ഇടയ്ക്കിലേക്ക് ഒരാളെ വിടാൻ വേണ്ടിയിട്ട്. ചില പുള്ളി ചിലപ്പം എന്താണ്, ഞാൻ എന്നെ ഒരു നല്ല മനുഷ്യനായിട്ട് നല്ല മനുഷ്യൻ അല്ലെങ്കിൽ ഫോർ എടുക്കില്ല. ഇത് സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഒട്ടും എടുക്കില്ല, കണ്ടപോലെ ചിലപ്പോൾ വിട്ടില്ല. അപ്പോൾ അത് കാരണം അപ്പം അങ്ങനെ ഒരു എന്താണ്, ഈ രോഹിത്തിനോട് എനിക്ക് ഈ ഷോർട്ട് ഫിലിമിൻ്റെ പിന്നെ സ്ക്രിപ്റ്റ് നല്ലതിൻ്റെ ഒരു ബാക്കിംഗ് ഉണ്ടായിരുന്നു. ആ ഒരു അങ്ങനെയാണ് എനിക്ക് ഗട്ട്സ് വന്നത്. ഓക്കെ, ആസിഫിനെ വിളിച്ച് ഞാൻ സംസാരിക്കാന്നുള്ളത്. ആസിഫ് എനിക്കൊന്ന് ഒരുപാട് ഏറ്റവും കൂടുതൽ പുതിയ നായകന്മാരോട് അഭിനയിക്കുന്ന ഒരു നടനാന്ന് തോന്നുന്നു അല്ലേ? പുതിയ നായകന്മാർ വരുന്നതൊക്കെ ആസിഫിന്റെ കൂടെ. അപ്പോൾ പുതിയ നായകന്മാരോട് അഭിനയിക്കുമ്പോൾ എന്തൊക്കെയാണ് ഒരു ഇത് വരുന്നത്? ഒരു കെമിസ്ട്രി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു ടെൻഷൻ ആയിരിക്കും ആസിഫ് അലി എന്നൊരു സ്റ്റാറിന്റെ കൂടെ അഭിനയിക്കുന്നത്. അല്ല, ബേസിക്കലി ഈ നിങ്ങൾ ഷൈജു കുറുപ്പിനോട് ചോദിച്ചൊരു പൂവാലൻ ഫാക്ടർ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് കംഫർട്ടബിൾ ആക്കാൻ ശ്രമിക്കുക. അപ്പോൾ എപ്പോഴും നമ്മളാണെങ്കിൽ ആദ്യമായിട്ടൊരു സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോൾ ഭയങ്കരമായ ടെൻഷനുണ്ട്. അപ്പോൾ ആ ടെൻഷൻ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ അത് ഡയറക്ടറാണ് എൻഡ് ഓഫ് ദി ഡേ സിനിമ അതിന്റെ ക്യാപ്റ്റൻ. അപ്പോൾ അദ്ദേഹം അത് മാനേജ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഫാൻസിനോട് എന്താ പറയുക, ഫാൻസ് ഒരുപാട് ഫാൻസ് ഉള്ളൊരു ആക്ടറാണ് ആസിഫ് അലി. അയ്യോ, അങ്ങനെ ചോദിച്ചാൽ എൻ്റെ അടുത്ത് ഫാൻസ് എന്നല്ല, സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അവര് എൻ്റെ അടുത്താണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്, ഒരു നല്ല പടം വരും എന്ന്. അതെ, ഇപ്പം ഭയങ്കര ഹൈപ്പ് ഉണ്ടായിരുന്ന പല സിനിമകളും ഇതുപോലെ ഭയങ്കര പ്രതീക്ഷിച്ച് വരുന്നു, പക്ഷെ അത് അത്രയും നിലവാരത്തിലേക്ക് വരുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്തോ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ പോലും ആ ഒരു ധൈര്യം ഭയങ്കരമായിട്ട് തന്നിട്ടുണ്ട്. സപ്പോർട്ടാണ്. അതെ, അത് ശരിക്കും ഞാൻ
ഇപ്പോൾ ഈ ഫാൻസ് എന്ന് മെൻഷൻ ചെയ്തുകൊണ്ട് ഞാൻ പറയാം, ഞാൻ സോൾട്ട് ആൻഡ് പെപ്പർ ഷൂട്ട് ചെയ്യുമ്പോൾ ആ സമയത്താണ് ട്രിവാൻഡ്രത്ത് 5 ആളുകൾ വന്നിട്ട് എൻ്റെ അടുത്ത് ഒരു ഫാൻസ് അസോസിയേഷൻ തുടങ്ങട്ടെ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ ശരിക്കും എനിക്ക് ഭയങ്കര ചമ്മലും നാണമൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് ഭയങ്കര ശക്തമായിട്ട് തന്നെ ഇവരുടെ ഒരു ബാക്കപ്പ് എല്ലാ സിനിമകൾക്കും. പല സിനിമയിലും എനിക്ക് തോന്നുന്നത് ഈ ഈവൻ ക്യാമിയോ പോലും ചെയ്യുന്നത് ആ ഒരു ബാക്കപ്പ് ഉള്ളത് കൊണ്ടായിരിക്കും എന്നെ വിളിച്ചിട്ടുള്ളത്. അപ്പം അത് എൻ്റെ ഇതുവരെയുള്ള ലൈഫിൽ എനിക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് തന്നിട്ടുള്ള ആളുകളാണ് ഫാൻസ്. അപ്പോൾ ഫാൻസിനോട് ഒരുപാട്. അപ്പോൾ ആസിഫ്, സൈജു, ഓമനക്കുട്ടൻ തിയേറ്ററിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കാണാത്ത ആൾക്കാരോട്, ഞാനും ഇതുവരെ കണ്ടിട്ടില്ല, എനിക്ക് കാണാൻ പറ്റില്ല, സോറി, ഞാൻ കാണുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ കാണാത്ത ആൾക്കാരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഫിലിമിനെ പറ്റിയിട്ട്? ഭയങ്കരമായൊരു ഫ്രഷ്നെസ് ഉണ്ട് ഈ സിനിമയിൽ. പിന്നെ ഒരുപാട് എഫേർട്ട് എല്ലാ രീതിയിലും ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് മുതൽ ഇതിൻ്റെ ഇത്രയും ആർട്ടിസ്റ്റുകൾ കോർഡിനേറ്റ് ചെയ്ത് മൈസൂർ പോലത്തെ ഒരു സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്യുക, അതും വളരെ മിനിമൽ ബഡ്ജറ്റിലാണ്. ചൂടല്ല, ആക്ച്വലി വളരെ നല്ല ക്ലൈമറ്റ് ആണ്. ഞാനൊക്കെ ഈ സ്കൂളിൽ നിന്ന് മറ്റേ ബസ്സിൽ ടൂർ കൊണ്ടുപോയിട്ടാണ് മൈസൂർ കണ്ടിട്ടുള്ളത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടാണ് മൈസൂരിൽ പോകുന്നതും അവിടെ ഇത്രയും ദിവസം സ്പെൻഡ് ചെയ്യുന്നത്. മൈസൂർ പാലസ്, വൃന്ദാവൻ ഗാർഡൻസ് ഒക്കെ ഞാൻ ഒന്നും കൂടെ പോയി കണ്ടു ഇതിൻ്റെ ഇടയിൽ. അപ്പം തീർച്ചയായിട്ടും ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ആദ്യമായിട്ടാണ് ഞാനൊരു ക്യാരക്ടർ റോൾ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രഷ്നെസ് എൻ്റെ സൈഡിൽ നിന്നുണ്ട്. അറിയില്ല, സിനിമ തിയേറ്ററിൽ കാണുക, അതിൽ തന്നെയാണ് അറിയുന്നത്. അഡ്വഞ്ചർ ഇഷ്ടപ്പെടാത്ത വളരെ ചുരുക്കം ആൾക്കാരെ കാണുള്ളൂ. അപ്പം ഒരു അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി അഡ്വഞ്ചേഴ്സ് ഓമനക്കുട്ടൻ ഇഷ്ടപ്പെടും. ഇനി അഡ്വഞ്ചർ അത്ര ഇഷ്ടപ്പെടാത്ത ആൾക്കാർ, അല്ലെങ്കിൽ അവർക്ക് അഡ്വഞ്ചർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഓപ്പർച്യൂണിറ്റി കിട്ടാത്ത ആൾക്കാർ, അവർ ഡെഫിനറ്റ്ലി സിനിമ പോയി കാണണം. അവർക്കുള്ള ഒരു ചെറിയ ഒരു ക്യൂ കിട്ടുന്നില്ല. അപ്പം എനിക്ക് തോന്നുന്നു അപ്പം അങ്ങനെ എല്ലാ ആൾക്കാരും കവറാവും. ഡെഫിനറ്റ്ലി ഇതൊരു എന്താണ് വർത്ത് മണിയാണ്. അപ്പോൾ എന്തായാലും സന്തോഷം ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ചതിന്. താങ്ക് യു.